കേരളത്തിലെ 20ഓളം വരുന്ന സിറ്റിംഗ് MLA-മാരെ കൂടാതെ പുതുതായി കോൺഗ്രസിൻ്റെ 35ലധികം സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന രഹസ്യ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് CPM നേതൃത്വത്തിന് തന്നെ ലഭിച്ചിരിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. LDF-ന് തുടർഭരണമെങ്കിൽ CPM കരുത്തുകാട്ടി തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസമായി മാറും എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസ് കേരളത്തിൽ ദുർബലമാകുകയും UDF എന്നൊരു സംവിധാനം തന്നെ ഛിന്ന ഭിന്നമായി മാറുകയും ചെയ്യും. BJP ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡീൽ എന്നൊരു സംഭവം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നൊരു സത്യം UDF നേതാക്കൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നും നമ്മൾ ജയിക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് ടീം UDF മുന്നേറുമ്പോൾ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ഇവിടെ ജയിക്കുമെന്നുള്ളത് പലയിടത്തും ഇനി ചിത്രം തെളിഞ്ഞു വന്നിട്ടില്ല. ഇപ്പോൾ വെറും 42 സീറ്റുകൾ മാത്രമാണ് UDF-ൻ്റെ കൈകളിലുള്ളത്. സംസ്ഥാനം ഭരിക്കണമെങ്കിൽ കുറഞ്ഞത് 71 സീറ്റെങ്കിലും വേണം. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുന്നതോടൊപ്പം വേറെ എവിടെയാണ് ബാക്കിയുള്ള 30ഓളം സീറ്റുകൾ കിട്ടുന്നത് എന്നതാണ് ആശങ്ക. ഇന്നത്തെ നിലയിൽ UDF-ൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLA-മാരെ കൂടാതെ പുതുതായി ഏറ്റവും കുറഞ്ഞത് 35 സ്ഥാനാർത്ഥികൾ പുതുതായി ജയിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വലിയ വലിയ അഴിമതി ആരോപണങ്ങളും അതൊക്കെ വരുമ്പോഴും നരേന്ദ്രമോദിയുടെ കടാക്ഷം കൊണ്ടിങ്ങനെ രക്ഷപ്പെട്ടു പോകുമ്പോഴും ഒരു സത്യം CPM-ന് സന്തോഷമുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് എതിരായ അതിഭീകരമായ ഭരണവിരുദ്ധ വികാരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും സ്ഥലം MLA-മാർക്ക് അത്ര എതിർപ്പുകളില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണ് വളരെയധികം ആലോചിച്ചൊരു സ്ഥാനാർത്ഥി പട്ടിക CPM പ്രഖ്യാപിച്ചതും ആ CPM പട്ടിക വന്നതിന് ശേഷം കോൺഗ്രസ് സാവധാനമെടുത്ത് അവരുടെ പട്ടിക പ്രഖ്യാപിച്ചതും. അങ്ങനെയുള്ള MLA-മാരെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തി എന്ന് പറയുന്ന കോൺഗ്രസിന് കുറച്ച് സമയം വൈകിയെങ്കിലും തെറ്റുപറ്റിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പുതുതായി ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവരൊക്കെയാണ്. വടക്ക് നിന്ന് തന്നെ തുടങ്ങിയാൽ ഒന്ന് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യറാണ്. സന്ദീപ് വാര്യരെ കുറിച്ച് നമുക്കറിയാം, അടുത്ത കാലത്ത് BJP-യിൽ നിന്നും വന്നതാണെങ്കിലും ഒരുപാട് അദ്ദേഹത്തിന് മുന്നേറാൻ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അടുത്തത് കണ്ണൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂർ നഗരത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി TO മോഹനൻ ഉറപ്പായി വിജയിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കണ്ണൂരിലെ MLA എങ്കിലും ഒരു അട്ടിമറി വിജയം, അത് നിലവിൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യമായ മണ്ഡലമാണ് എന്നുള്ളതിനാൽ ഒരു വിജയം നേടാൻ TO മോഹനന് കഴിയും എന്നും പറയുന്നു. കണ്ണൂരും കാസർഗോഡും സിറ്റിംഗ് സീറ്റിന് പുറമെ ഈ 2 സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് പോയാൽ മാനന്തവാടിയിൽ ഉഷ വിജയൻ വിജയിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇനി കോഴിക്കോട് ജില്ലയാണ് ഇത്തവണത്തെ CPM-നെ തകർത്തെറിയാൻ പോകുന്ന ഒരു ജില്ല എന്ന് പറയുന്നത്. ആകെയുള്ള 13 സീറ്റുകൾ അവിടെ ഉണ്ട്. ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനും അതുപോലെ KK രമ MLA-ക്കും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ നിലവിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിലില്ല. എന്നാൽ ഇത്തവണ നാദാപുരത്ത് KM അഭിജിത്തും കൊയിലാണ്ടിയിൽ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറും ബാലുശ്ശേരിയിൽ വിദ്യാർത്ഥി നേതാവായ VT സൂരജും കോഴിക്കോട് നോർത്തിൽ അഡ്വക്കേറ്റ് K ജയന്തും ജയിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ കോഴിക്കോട്ട് വലിയൊരു വിജയമാണ് UDF-ഉം കോൺഗ്രസും കാത്തു നിൽക്കുന്നത്. ഇനി മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിന് ആകെ 4 സീറ്റുകൾ മാത്രമേ അവിടെ ലഭിക്കാറുള്ളൂ. അതിൽ തന്നെ സാധാരണ 2 മാത്രമേ ജയിച്ചു വരാറുള്ളൂ. ഇത്തവണ ബാക്കിയുള്ള 2-ൽ VS ജോയി തവനൂരും KP നൗഷാദ് അലി പൊന്നാനിയിലും വിജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ പട്ടാമ്പിയിൽ TP ഷാജി, തൃത്താലയിൽ VT ബലറാം, ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ എന്നിവർ MLA-ആയി വരുമെന്നാണ് ഉറപ്പിക്കുന്നത്. പാലക്കാട് നഗരം സിറ്റിംഗ് സീറ്റാണെങ്കിലും MLA ആകുന്ന ആൾ മാറും, അത് പിഷാരടി ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ആകെയുള്ള 13 സീറ്റുകളിൽ 2 തവണയായി വെറും ഒരു സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഇത്തവണ 4 സീറ്റുകൾ വരെയാകും. ഒരുപക്ഷെ മണലൂരിൽ TN പ്രതാപൻ ജയിച്ചാൽ അങ്ങനെ 5 സീറ്റുകൾ വരെയാകുമെന്നും പറയപ്പെടുന്നു. അത് വിശദമായി പറഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ വൈശാഖും, തൃശ്ശൂർ നഗരത്തിൽ രാജൻ പല്ലനും, കൊടുങ്ങല്ലൂരിൽ
OG ജനീഷും പുതുതായി ജയിക്കുമെന്നാണ് അറിയുന്നത്. ഇനി എറണാകുളത്ത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കൊച്ചി മുഹമ്മദ് ഷിയാസും കുന്നത്തുനാട് VP സജീന്ദ്രനും നേടുമെന്നുറപ്പിക്കുന്നു. എന്നാൽ തൃപ്പൂണിത്തുറ കൈവിടാതെ നോക്കാനും UDF ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു മാറ്റത്തിന് സാധ്യതയുള്ള ജില്ലയാണെങ്കിലും കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒറ്റൊരു സീറ്റ് പോലുമില്ലാത്ത അടുത്തുനിന്ന് ഇത്തവണ പീരുമേട്ടിൽ സിറിയക് തോമസും ഉടുമ്പുംചോലയിൽ സേനാപതി വേണുവും വിജയിച്ച് MLA-മാരാകും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ കോട്ടയം ജില്ലയിൽ നിന്ന് പുതുതായി ജയിക്കാൻ സാധ്യതയുള്ളത് കാഞ്ഞിരപ്പള്ളിയിലെ റോണി K. ബേബി മാത്രമാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കാരണം നിലവിലെ MLA പ്രൊഫസർ ജയരാജനെയും അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന നാരായണക്കുറുപ്പിനെയും കാലാകാലങ്ങളായി MLA ആയി കണ്ട് ഒന്ന് മടുത്തു നിൽക്കുന്ന കാഞ്ഞിരപ്പള്ളിക്ക് ഇത്തവണ ഒരു മാറ്റം അവർ പ്രതീക്ഷിക്കുകയാണ്. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോഴാണ് നല്ലൊരു മാറ്റം പ്രകടമാകുന്നത് UDF-നകത്ത്. അതിൽ അരൂരിൽ ഷാനിമോൾ ഉസ്മാനും ആലപ്പുഴയിൽ TD തോമസും കായംകുളത്ത് M. ലിജുവും ഒപ്പം ചെങ്ങന്നൂരിൽ എബി കുര്യാക്കോസും പുതുതായി MLA-മാരായി സഭയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി തൊട്ടടുത്ത പത്തനംതിട്ടയിൽ, അതായത് ശബരിമലയുടെ ഭൂമിയിലേക്ക് പോയാൽ ആറന്മുളയിൽ വീണ ജോർജിനെ തോൽപ്പിച്ച് അബിൻ വർക്കി സഭയിലെത്തുന്നതായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമെന്ന് പറയുന്നു. ഒട്ടനവധി കാരണങ്ങൾ വീണ ജോർജ് തോൽക്കാനായി ആറന്മുളയിൽ ഉണ്ട് എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. അതിനൊപ്പം തന്നെ റാന്നിയിൽ പഴകുളം മധുവും അടൂരിൽ അഡ്വക്കേറ്റ് ശാന്തകുമാറും ജയിച്ച് പുതിയ MLA-മാരായി സഭയിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇനി കൊല്ലം ജില്ലയാണ് LDF-ന് കോഴിക്കോട് പോലെ തന്നെ കനത്ത തിരിച്ചടി നൽകാൻ പോകുന്ന മറ്റൊരു ജില്ല എന്ന് പറയുന്നത്. അവിടെ നിലവിൽ കുണ്ടറയ്ക്കും കരുനാഗപ്പള്ളിയും MLA-മാരുണ്ട് കോൺഗ്രസിന്. ഒപ്പം പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും കൊല്ലം നഗരത്തിൽ ബിന്ദു കൃഷ്ണയും ഏകദേശം MLA സ്ഥാനം ഉറപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇടതുകോട്ട എന്നുള്ള നിലയിൽ കുറഞ്ഞത് 2 സീറ്റുകൾ അവിടെ RSPയും വിജയിക്കുമെന്നും പറയുന്നു. ഇനി തലസ്ഥാന ജില്ലയിലേക്ക് പോയാൽ അവിടെ ഇപ്പോഴും മുൻതൂക്കം അല്പം ഇടതിന് തന്നെയാണ്. എങ്കിലും വട്ടിയൂർക്കാവിൽ K. മുരളീധരനും പാറശാലയിൽ നെയ്യാറ്റിങ്കര സനലും വർക്കല കഹാറും പുതുതായി ജയിക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. മറ്റു ചില മണ്ഡലങ്ങളിൽ ചില അതിശയങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ സിറ്റിംഗ് സീറ്റിന് പുറമെ കോൺഗ്രസിൻ്റെ പുതുതായി 35-ലേറെ MLA-മാർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ ജയിച്ച് MLA-മാരാകുമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പിന്തുണക്കുന്ന അമ്പലപ്പുഴയിലെ G. സുധാകരനും ബേപ്പൂരിലെ PV അൻവറും ജയിക്കുന്നതോടൊപ്പം ഒരുപക്ഷെ തളിപ്പറമ്പിൽ TK ഗോവിന്ദനും ജയസാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ കോൺഗ്രസിന് മാത്രം സിറ്റിംഗ് MLA-മാരുടെ ജയവും കൂട്ടി ഒരുപക്ഷെ 60-നടുത്ത് സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം 20-ലേറെ സീറ്റുകൾ ഉറപ്പായും ജയിക്കാൻ പോകുന്ന മുസ്ലിം ലീഗിൻ്റെയും ഒപ്പം കേരള കോൺഗ്രസിൻ്റെയും RSPയുടെയും ഒക്കെ സീറ്റുകൾ ചേർന്നാൽ മിനിമം 85 സീറ്റുകളെങ്കിലും നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.